നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനിചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച വിദ്യാർത്ഥി എം മിഥുന്റെ കുടുംബത്തിന് വീടൊരുങ്ങുന്നു. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ആണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. മന്ത്രി വി ശിവൻകുട്ടി വീടിന് ശിലയിട്ടു. വികൃതി കാട്ടിയതിന് രണ്ടാനച്ഛൻ തേപ്പുപെട്ടി കൊണ്ട് പൊള്ളിച്ച സംഭവം. ചവറ തെക്കുംഭാഗത്തെ 3ാം ക്ലാസ്സുകാരന്റെ വീട്ടിലെത്തി മന്ത്രി വി ശിവൻകുട്ടി. കുട്ടികളെ ഉപദ്രവിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും കുട്ടികളുടെ സുരക്ഷ സർക്കാരിന് വളരെ പ്രധാനപ്പെട്ടതാണെന്നും മന്ത്രി. തെക്കുംഭാഗം കോയിവിള സ്വദേശിനി അതുല്യയുടെ മരണം. ഭർത്താവ് അറസ്റ്റിലായതിന് പിന്നാലെ ജാമ്യം. കൊല്ലം സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ഓൺലൈൻ വ്യാപാരത്തിനും ചെയിൻ ഷോപ്പുകളുടെ കടന്നുകയറ്റത്തിനുമെതിരെ ക്യാമ്പയിന് തുടക്കം. സൗത്ത് വിഷന്റെ നേതൃത്വത്തിലാണ് ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ചത്. ചെറുകിട വ്യാപാരി വ്യവസായി സംരക്ഷണ ക്യാമ്പയിൻ കൊല്ലത്ത് നടത്തി. നമ്മുടെ സമ്പത്ത് നമ്മുടെ നാടിന് എന്ന ആശയത്തോടെയാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. വിശദമായ വാർത്തകളിലേക്ക്. തേവലക്കര ബോയ്സ് ഹൈസ്കൂൾ വിദ്യാർത്ഥി എം മിഥുന്റെ കുടുംബത്തിന് വീടൊരുങ്ങുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ആണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. മിഥുന്റെ വീട് എന്റെയും എന്ന പേരിട്ടാണ് വീടിന്റെ നിർമ്മാണം നടക്കുന്നത്. തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വൈദ്യുതാഘാതമേറ്റ് മരിച്ച 8ാം ക്ലാസ് വിദ്യാർത്ഥി എം മിഥുന്റെ കുടുംബത്തിനാണ് വീട് ഒരുങ്ങുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ആണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. മിഥുന്റെ വീട് എന്റെയും എന്ന് പേരിട്ട് നടത്തുന്ന വീടിന്റെ ശിലാസ്ഥാപനം മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. കോവൂർ കുഞ്ഞുമോൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ, പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ S ഷാനവാസ്, സ്കൗട്ട് ആൻഡ് ഗൈഡ് സംസ്ഥാന സെക്രട്ടറി NK പ്രഭാകരൻ, പടിഞ്ഞാറേക്കല്ലട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ C ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. പടിഞ്ഞാറേക്കല്ലട വിളന്തറയിൽ മിഥുന്റെ നിലവിലെ പഴയ വീടുള്ള ഭൂമിയിലാണ് പുതിയ വീട് നിർമ്മിക്കുന്നത്. ജൂലൈ 15 രാവിലെയാണ് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ മിഥുൻ വൈദ്യുതാഘാതമേറ്റ് മരിച്ചത്. മിഥുന്റെ വേർപാട് മൂലമുണ്ടായ വേദനയിൽ കുടുംബത്തിന് താങ്ങും തണലുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൂടെ ഉണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. ഒരു വിട്ടുവീഴ്ചയും ഗവൺമെന്റ് തയ്യാറാക്കുക. ഇവരുണ്ടായി സംഭവത്തെ തുടർന്ന് വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റ് കർശന നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ അന്വേഷണം നടന്നു വരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കളക്ടർമാരുടെയും ബന്ധപ്പെട്ടുള്ള യോഗം വിളിച്ചു ചേർത്ത് സംസ്ഥാനത്താകെ ഇത്തരത്തിൽ അപകട സാധ്യതയുള്ള നിലയിൽ നിൽക്കുന്ന കെട്ടിടങ്ങളും അതേപോലെ ഇലക്ട്രിക് കണക്ഷൻസും ഒക്കെ തന്നെ കണ്ടുപിടിക്കാനും 1 മാസത്തിനുള്ളിൽ തന്നെ കളക്ടർമാരുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ അപകടകരമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും ഒഴിവാക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രാധാന്യപ്പെട്ടതാണ് കുട്ടികളെ ഉപദ്രവിക്കുക എന്നുള്ളത്. ഞാൻ ഇന്നലെ ചാരുമ്പൂട് ചെന്നപ്പോൾ ആലപ്പുഴ ജില്ലയിലാണ് 9 വയസ്സുകാരി അവളുടെ ഒരു കത്ത് കണ്ടാണ് ഞാനവിടെ പോകുന്നത്. 2 ആഴ്ചയെല്ലാം കുട്ടിയെ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ അടച്ചിടുകയാണ്. പെൺകുട്ടിയാണ്. 4 മാസത്തിനുള്ളിൽ വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് താക്കോൽ മിഥുന്റെ കുടുംബത്തിന് കൈമാറാൻ കഴിയുമെന്ന പ്രതീക്ഷയും മന്ത്രി പുലർത്തി. ഞങ്ങൾ എല്ലാവരും അത് തീരുമാനിച്ചതാണ്. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളത്. സാധാരണ ഇതിൽ പ്രഖ്യാപനം കഴിഞ്ഞാൽ ഒരുപാട് നീണ്ടുപോകാറുണ്ട് പല കാരണങ്ങളും. ഇത് കൃത്യസമയത്ത് തന്നെ ആരംഭിക്കാൻ വേണ്ടി ഇന്നിപ്പോൾ തറക്കല്ലിടെയാണ്. ഞങ്ങളൊരു 4 മാസക്കാലം കൊണ്ട് ഈ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ഓൺലൈൻ വ്യാപാരത്തിനും ചെയിൻ ഷോപ്പുകളുടെ കടന്നുകയറ്റത്തിനുമെതിരെ ക്യാമ്പയിന് തുടക്കം. സൗത്ത് വിഷന്റെ നേതൃത്വത്തിലാണ് ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ചത്. ചെറുകിട വ്യാപാരി വ്യവസായി സംരക്ഷണ ക്യാമ്പയിൻ കൊല്ലത്ത് നടത്തി. നമ്മുടെ സമ്പത്ത് നമ്മുടെ നാടിന് എന്ന ആശയത്തോടെയാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഓൺലൈൻ വ്യാപാരത്തിനും സ്വദേശ വിദേശ കോർപ്പറേറ്റ് കുത്തകകളുടെ ചെയിൻ ഷോപ്പുകളുടെ കടന്നുകയറ്റത്തിനുമെതിരെ നമ്മുടെ സമ്പത്ത് നമ്മുടെ നാടിന് എന്ന ആശയത്തോടെയാണ് സൗത്ത് വിഷന്റെ നേതൃത്വത്തിൽ ക്യാമ്പയിന് തുടക്കമായത്. ജില്ലയിലെ 40 കേന്ദ്രങ്ങളിലാണ് സൗത്ത് വിഷൻ പ്രോഗ്രാം ടീം ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം കൊല്ലത്ത്
കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ നിർവഹിച്ചു. കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട വ്യാപാരി വ്യവസായി സമിതിയുമായി പ്രിയപ്പെട്ട സുധീർ, അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു വ്യാപാരി സംഘിന്റെ ഭാരവാഹിയായിരുന്നു ഇല്ലേ, നമ്മുടെ യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ്. അപ്പൊ എല്ലാവരുമായിട്ട് നമുക്ക് വളരെ ആത്മാർത്ഥമായ ബന്ധം കേരള വിഷന് വളരെ നാളുകൾക്ക് മുന്നേ ഉണ്ടായിരുന്നു. പിന്നീട് ആ ബന്ധത്തെ നമ്മൾ ഒരു ടെലിവിഷൻ ഷോയിലൂടെ കൂടുതൽ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. ആ ടെലിവിഷൻ ഷോയിൽ തന്നെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു മറ്റൊരു ഒരു വ്യാപാര ഒരു പാറ്റേൺ കേരളത്തിൽ അവതരിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പരിശോധിച്ചത്. സൗത്ത് വിഷൻ ചെയർമാൻ പി ബിനു അധ്യക്ഷത വഹിച്ചു. വിശദമായുള്ള അവരുടെ ആശയങ്ങളും ചർച്ചകളും ഈ കമ്മിറ്റിയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത്തരം വിഷയങ്ങളിലേക്ക് നമ്മുടെ ഈ പരിപാടി 40 കേന്ദ്രങ്ങൾ നടക്കുമ്പോൾ തന്നെ ഈ നാട് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ അവരുടെ നാട്ടിലുള്ള ജനങ്ങളുമായി സംവാദിച്ച് അവരിലുണ്ടാകുന്ന ഈ നാടിന് നഷ്ടപ്പെടുന്ന പൈതൃകം അതല്ലെങ്കിൽ സാമ്പത്തിക സ്രോതസ് എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാനുള്ള അവസരമാണ്. ഇത്തരം പരിപാടിയിൽ എല്ലാവരും സഹകരിക്കണമെന്ന് എൻ്റെ വാക്കുകൾ. മാനേജിംഗ് ഡയറക്ടർ ബിനു ശിവദാസ് വിഷയ അവതരണം നടത്തി. ഇവിടെ ശ്രദ്ധിക്കപ്പെടുന്നത് എയർടെല്ലിനെയോ അല്ലെങ്കിൽ ടാറ്റയോ അല്ലെങ്കിൽ ഫ്രഷിനെയോ മോറിനെയോ ഒന്നുമല്ല. ആദിത്യ ബിർളയും ടാറ്റയും ഒന്നുമല്ല. അതിനപ്പുറത്തേക്ക് ഈ മേഖലയിൽ ഇപ്പോൾ പത്തനാപുരം, കൊല്ലം ജില്ലയിലെ മറ്റൊരു ഗ്രാമപ്രദേശമായ പത്തനാപുരം, ആ പത്തനാപുരത്തേക്കാണ് അടുത്ത ലുലു മാളിന്റെ കടന്നുവരവ്. രാഷ്ട്രീയം മാറ്റിവെക്കൂ, മതപരമായ ചിന്തകൾ മാറ്റിവെക്കൂ, സംഘടനാപരമായ വേർതിരിവുകൾ മാറ്റിവെച്ചിട്ട് ഒറ്റക്കെട്ടായി കേരളത്തിലെ വ്യാപാരി സമൂഹത്തിന് പറയാൻ കഴിയണം, കേരളത്തിലെ സാധാരണക്കാരുടെ ജീവിതമാർഗം നഷ്ടപ്പെടുന്ന തരത്തിലേക്കുള്ള മാളുകൾ ഇനി കേരളത്തിൽ വരാൻ പാടില്ല. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ട്രഷററുമായ ആർ രാധാകൃഷ്ണൻ, കേരള വിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ VS ജ്യോതികുമാർ, വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സെക്രട്ടറി മഞ്ജു സുനിൽ, ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം ജില്ലാ ട്രഷറർ ഹരീഷ് തക്കടം, യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബർ ജില്ലാ സെക്രട്ടറി ഓസ്റ്റിൻ ബെന്നൻ, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി നൌഷാദ, സൗത്ത് വിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കുര്യാക്കോസ് വൈദ്യർ, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ ട്രഷറർ മുരളീധരൻ പിള്ള തുടങ്ങിയവർ ആശംസകൾ നേർന്നു. നാളിതുവരെ വിഭാഗവും കൈവയ്ക്കുവാൻ മുതിർന്നിട്ടില്ലാത്ത ഒരു മേഖലയിലേക്ക് സൗത്ത് വിഷൻ കൈവച്ചുകൊണ്ട് കൈകാര്യം ചെയ്യുന്നതിനായി ഒരു വലിയ ദൗത്യമാണ് ഏറ്റെടുത്തത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്നില്ല, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം തന്നെ വിനാശകരമായ ഒരു വിഷയം, അത് അതിൻ്റെ ഗൗരവത്തിലെടുക്കാത്ത സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിലേക്ക് അതിൻ്റെ ഗൗരവം കൊണ്ടുചെന്നെത്തിക്കുന്നതിന് വേണ്ടി സൗത്ത് വിഷൻ ഏറ്റെടുക്കുന്ന ഈ ദൗത്യത്തിൽ 100% കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും അതിൻ്റെ പ്രവർത്തകരും നിങ്ങളോടൊപ്പം ഏതറ്റം വരെയും ഉണ്ടാകുമെന്ന് ആദ്യമേ തന്നെ സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സൗത്ത് വിഷൻ ഫിനാൻസ് ഡയറക്ടർ സുരേഷ് ബാബു സ്വാഗതവും എക്സിക്യൂട്ടീവ് ഡയറക്ടർ താജ് ഗോപാൽ നന്ദിയും പറഞ്ഞു. കേരള വിഷൻ കുടുംബത്തിൽ നിന്ന് രൂപം കൊണ്ട കമ്പനിയാണ് സൗത്ത് വോയിസ് എന്ന് പറയുന്നത്. നമുക്കറിയാവുന്നതുപോലെ കേരള സംസ്ഥാനത്ത് മാത്രം പ്രവർത്തിച്ചുകൊണ്ട് രാജ്യത്ത് കേബിൾ TV മേഖലയിലും ഇന്റർനെറ്റ് മേഖലയിലും വളരെ ഉയർന്ന സ്ഥാനങ്ങൾ നേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കമ്പനിയാണ് കേരള വിഷൻ. എന്നാൽ കേരളത്തില് സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ ബഡ്ജറ്റിന് അനുകൂലമായിട്ടുള്ള താരിഫുകൾ നിശ്ചയിച്ചുകൊണ്ട് അവരുടെ എല്ലാവിധ സേവനങ്ങളും കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന കമ്പനിയാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വികൃതി കാട്ടിയതിന് രണ്ടാനച്ഛൻ നൽകിയ വലിയ ശിക്ഷയിൽ മനസ്സുനൊന്ത 3ാം ക്ലാസ്സുകാരന്റെ വീട്ടിലെത്തി മന്ത്രി വി ശിവൻകുട്ടി. ഒരു മുത്തച്ഛന്റെ സ്നേഹവാത്സല്യത്തോടെ അദ്ദേഹം അവനോട് വിവരങ്ങൾ ചോദിച്ചു. കുട്ടികളെ ഉപദ്രവിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും കുട്ടികളുടെ സുരക്ഷ സർക്കാരിന് വളരെ പ്രധാനപ്പെട്ടതാണെന്നും മന്ത്രി പറഞ്ഞു. ഒരു മുത്തച്ഛന്റെ വാത്സല്യം അവൻ തിരിച്ചറിഞ്ഞു. മന്ത്രി അപ്പൂപ്പനായി മന്ത്രി വി ശിവൻകുട്ടി അവനരികിൽ ഇരുന്നപ്പോൾ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവനതിന് മറുപടിയും നൽകി. നല്ല ഭക്ഷണമല്ലേ? മൂന്നാം ക്ലാസ്സുകാരനായ അവന്റെ കുറുമ്പ് കൂടുതലും അമ്മൂമ്മയോടായിരുന്നു. എന്നാൽ ആ വികൃതിക്ക് രണ്ടാനച്ഛൻ നൽകിയ ശിക്ഷ വളരെ വലുതായിരുന്നു. തേപ്പ് വെട്ടിക്കൊണ്ട് അവന്റെ കാലിൽ അയാൾ പൊള്ളിച്ചു. അവന്റെ ഇളം മനസ്സ് ഏറെ വേദനിച്ചു. ആ വേദനയും ഭീതിയും ഇപ്പോഴും ഈ 8 വയസ്സുകാരിൽ നിന്ന്
അകന്നുപോയിട്ടില്ല. ഇപ്പോൾ മാമനോടൊപ്പമാണ് അവൻ്റെ താമസം. 3ാം ക്ലാസ്സുകാരൻ്റെ വീട്ടിലെത്തിയ മന്ത്രി കുട്ടികളുടെ സുരക്ഷ സർക്കാരിന് ഏറെ പ്രധാനമാണെന്ന് ഓർമ്മപ്പെടുത്തി. കുട്ടികളെ ഉപദ്രവിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിയമ നടപടിയിലൂടെ മാത്രം പരിഹാരം കാണാൻ കഴിയുന്ന പ്രശ്നമല്ല. ഇതിപ്പോൾ നാട്ടുകാരെല്ലാം വന്നിട്ടുണ്ടല്ലോ, നാട്ടിലെ ജനങ്ങൾ കൂടി ഇക്കാര്യത്തിൽ ഇടപെടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ഇടപെടുന്നുണ്ട്, പോലീസ് ഇടപെടുന്നുണ്ട്, നാട്ടുകാർ ഇടപെടുന്നുണ്ട്. എന്തായാലും ഗവൺമെൻറ് സംബന്ധിച്ചിടത്തോളം ഉറച്ച നിലപാടാണ്. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കുന്ന പ്രശ്നമില്ല. കുട്ടികളുടെ സംരക്ഷണം, കുട്ടികളുടെ സുരക്ഷ, ഇത് രണ്ടും ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതിൻ്റെ ആര് എത്ര സ്വാധീനമുള്ളവരാണ് തെറ്റായ മാർഗത്തിലൂടെ കുട്ടികളെ ഉപദ്രവിച്ചാലും അവരെ കർശന നടപടിയിലെത്തേക്ക് കർശന നടപടി ഗവൺമെൻറ് സ്വീകരിക്കും. അതുകൊണ്ടാണല്ലോ മന്ത്രി തന്നെ നേരിട്ട് വന്ന് കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. ആ 2 ദിവസം 2 10 100 ദിവസമായാൽ പോലും നമ്മുടെ മക്കളുടെ സുരക്ഷ അത് പരിപാലിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടി സമയം കളയുന്നത് ഒരു പ്രശ്നമേ അല്ല. നിർമ്മാണ തൊഴിലാളിയായ രണ്ടാനച്ചൻ മൈനാഗപ്പള്ളി സ്വദേശിയാണ്. തെക്കുംഭാഗം മാലി ഭാഗത്ത് ഇയാൾ വാടകയ്ക്ക് താമസിക്കുകയാണ്. ഇയാളെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു. MLA-മാരായ ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള, കോവൂർ കുഞ്ഞുമോൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ, വിദ്യാഭ്യാസ സെക്രട്ടറി ഷാജഹാൻ, കൊല്ലം CWC ചെയർമാൻ സനൽ വെള്ളിമൺ, തെക്കുംഭാഗം ICDS സൂപ്പർവൈസർ രേഖാലക്ഷ്മി, സ്കൂൾ കൗൺസിലർ പത്മിനി, ചൈൽഡ് ലൈൻ കൗൺസിലർ ശ്യാം, ചവറ AEO അനിത, തെക്കുംഭാഗം ഗവൺമെന്റ് UPS PT അംഗം രാജഗോപാൽ തുടങ്ങിയവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചവറ. തെക്കുംഭാഗം കോയിവിള സ്വദേശിനി അതുല്യയുടെ മരണത്തിൽ ഭർത്താവ് അറസ്റ്റിലായതിന് പിന്നാലെ ഇയാളെ ജാമ്യത്തിൽ വിട്ടയച്ചു. ഞായറാഴ്ച രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ചാണ് സതീശനെ അറസ്റ്റ് ചെയ്തത്. ഇമിഗ്രേഷൻ വിഭാഗം കസ്റ്റഡിയിലെടുത്ത് വലിയതുറ പോലീസിന് കൈമാറുകയായിരുന്നു. 2 ലക്ഷം രൂപയുടെ 2 ആൾ ജാമ്യമാണ് സതീശന് അനുവദിച്ചത്. കൊല്ലം സ്വദേശി അതുല്യ ഷാർജയിൽ മരിച്ച സംഭവത്തിലാണ് ഭർത്താവ് സതീഷ് ശങ്കറിനെ അറസ്റ്റ് ചെയ്തത്. UAE-യിൽ നിന്ന് നാട്ടിലെത്തിയപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് ഇമിഗ്രേഷൻ വിഭാഗം ഇയാളെ തടഞ്ഞുവെച്ച് വലിയതുറ പോലീസിനെ കൈമാറുകയായിരുന്നു. ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് നേരത്തെ പുറത്തിറക്കിയിരുന്നു. അറസ്റ്റിന് പിന്നാലെ സതീഷിന് ഇടക്കാല ജാമ്യവും അനുവദിച്ചു. കൊല്ലം സെഷൻസ് കോടതിയാണ് സതീഷിന് ജാമ്യം അനുവദിച്ചത്. 2 ലക്ഷം രൂപയുടെ 2 ആൾ ജാമ്യമാണ് അനുവദിച്ചിട്ടുള്ളത്. തേവലക്കര സ്വദേശിനി അതുല്യ ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കേസ് കഴിഞ്ഞ ദിവസമാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. ജൂലൈ 19-നാണ് ചവറ തെക്കുംഭാഗം കോയിവിള സ്വദേശിനി അതുല്യയെ ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് സതീഷ് ശങ്കറിന്റെ നിരന്തര പീഡനവും ഉപദ്രവവുമാണ് അതുല്യയുടെ മരണത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു പരാതി. ഭർത്താവിന്റെ ഉപദ്രവം സംബന്ധിച്ച് അതുല്യ സുഹൃത്തുക്കളോട് വെളിപ്പെടുത്തിയതിന്റെ ശബ്ദരേഖയും ഭർത്താവ് ഉപദ്രവിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. സംഭവത്തിന് പിന്നാലെ ദുബായിൽ സൈറ്റ് എഞ്ചിനീയറായ സതീഷിനെ കമ്പനി ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. ന്യൂസ് ബ്യൂറോ, ചവറ. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുമേൽ അധിക തീരുവ ചുമത്തിയ അമേരിക്കൻ നടപടിയിൽ പ്രതിഷേധിച്ച് ഓച്ചിറയിൽ പ്രകടനവും യോഗവും നടത്തി. CPM-ന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുമേൽ അധിക തീരുവ ചുമത്തിയ അമേരിക്കൻ നയത്തിൽ പ്രതിഷേധിച്ചാണ് CPM-ന്റെ നേതൃത്വത്തിൽ ഓച്ചിറയിൽ പ്രകടനവും യോഗവും നടത്തിയത്. CPM കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം PB സത്യദേവൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ഇന്ന് രാജ്യവ്യാപകമായി CPM-ന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധങ്ങൾ അലയടിക്കുകയാണ്. നാം പറഞ്ഞതാണ്, മോദി അധികാരത്തിൽ വന്നതോടുകൂടി മോദിയും ട്രംപുമായിട്ടുള്ള ചങ്ങാത്തം വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യം തർക്കമില്ലെന്ന് CPM മോദി രാജ്യത്ത് അധികാരത്തിൽ വന്നപ്പോൾ തന്നെ പറഞ്ഞതാണ്. അവർ വലിയ വീമ്പ് പറച്ചിലായിരുന്നു മോദിയും ട്രംപുമായി. ഈ രാജ്യത്തിൻ്റെ എല്ലാം സായിപ്പിന് മുന്നിൽ അടിയറ വെച്ചുകൊണ്ട് എല്ലാം ത്യജിക്കാനായി നിന്നുകൊടുത്ത മോദിക്ക് ഈ രാജ്യത്തെ ജനങ്ങളെ വിറ്റുതുലയ്ക്കാനുള്ള അവകാശം കൊടുക്കുന്ന തരത്തിലേക്ക് ഇപ്പം മാറിയിരിക്കുകയാണ്. ഇപ്പം മോദിക്കെതിരെ, ട്രംപിനെതിരെ മോദി ശ്രദ്ധിക്കാൻ തുടങ്ങി. രാജ്യത്തെ 50% തിരുവ അവർ വർദ്ധിക്കുകയാണ്. കേരളത്തിലായാലും രാജ്യത്തെയായാലും പരമ്പരാഗത വ്യവസായ മേഖലയാകെ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. K. സുഭാഷ് അധ്യക്ഷത വഹിച്ചു.
ബാബു കൊപ്പാറ, ബി ശ്രീദേവി, എച്ച് ഷാജിലാൽ, കബീർ എൻ സെയിൻ, എ അജ്മൽ, സന്തോഷ് ആനേത്ത, അനിജ, അഡ്വക്കേറ്റ് ഓച്ചിറ മുരളി, ജി ഉണ്ണികൃഷ്ണൻ, കെ ആർ ശശികുമാർ, അഖിൽ സോമൻ, എസ് സുരേഷ് കുമാർ, ജി സതീഷ്, കെ ഷെറിൻ, എ എം എൽ ഹരിയാചാരി, ഗോപി പള്ളിയിൽ, യൂസഫ് ഹസൻ, ജയകുമാർ, അഡ്വക്കേറ്റ് പി കെ സക്കറിയ, ലളിത ശിവരാമൻ, പി ബിന്ദു, വിജയ കമൽ, എൽ സുകുമാരി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. 2018-19 സാമ്പത്തിക വർഷം മുതൽ കുണ്ടറ ഗ്രാമപഞ്ചായത്തിലെ പട്ടികജാതി പട്ടികവർഗ വികസനത്തിനായി ലഭിക്കേണ്ട 3.5 കോടി രൂപ തിരികെ ലഭിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് ദളിത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. കുണ്ടറ ഗ്രാമപഞ്ചായത്തിൽ 2 പട്ടികജാതി സംവരണ വാർഡുകൾ ഇല്ലാതായത് നിലനിർത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. 2018-19 സാമ്പത്തിക വർഷം മുതൽ കുണ്ടറ ഗ്രാമപഞ്ചായത്തിലെ പട്ടികജാതി പട്ടികവർഗ വികസനത്തിനായി ലഭിക്കേണ്ട 3.5 കോടി രൂപ തിരികെ ലഭിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ഭാരതീയ ദളിത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ത്രിതല തെരഞ്ഞെടുപ്പിൽ കുണ്ടറ ഗ്രാമപഞ്ചായത്തിൽ നിലവിലുണ്ടായിരുന്ന 3 പട്ടികജാതി സംവരണ വാർഡിൽ 2 എണ്ണം ഇല്ലാതായത് നിലനിർത്താനുള്ള നടപടി സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. 2011 സെൻസസ് എടുപ്പിലെ കണക്ക് പ്രകാരം പട്ടികജാതി വികസന ഫണ്ട് 3.5 കോടി രൂപ ലാപ്സായി 2 പട്ടികജാതി സ്ത്രീ സംവരണ വാർഡുകൾ നഷ്ടപ്പെടുകയും ചെയ്തു. അത് പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി പ്രാവശ്യം സർക്കാർ തലത്തിൽ ചർച്ച നടത്തിയെങ്കിലും തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വന്ന അറിയിപ്പിൽ പ്രശ്നം പരിഹരിക്കാം എന്നാണ് തെരഞ്ഞെടുപ്പ് വിഭാഗം ഉദ്യോഗസ്ഥർ കത്തിൽ പറഞ്ഞിരിക്കുന്നത്. സെൻസസിലുണ്ടായ അപാകത മൂലമാണ് സംവരണ സീറ്റുകളും ഫണ്ടും നഷ്ടമായതെന്ന് ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കുണ്ടറ സുബ്രഹ്മണ്യൻ, ജില്ലാ സെക്രട്ടറി ജി അനിൽകുമാർ എന്നിവർ പറഞ്ഞു. സെൻസസിലെ അപാകത മൂലം കുണ്ടറ പഞ്ചായത്തിൽ നഷ്ടപ്പെട്ട പട്ടികജാതി ഫണ്ട് 2018-19 സാമ്പത്തിക വർഷം മുതൽ 2024-25 സാമ്പത്തിക വർഷം വരെ കഴിഞ്ഞ 7 വർഷമായിട്ട് 3.5 കോടി രൂപ ലാപ്സാകുകയും ഈ തുക തിരികെ ലഭിച്ചിട്ടില്ല. ഇത് പുനഃസ്ഥാപിച്ച് കിട്ടുകയും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സംവരണ വാർഡ് നിശ്ചയിച്ചപ്പോൾ കുണ്ടറ പഞ്ചായത്തിൽ നിലവിലുണ്ടായിരുന്ന 3 പട്ടികജാതി സംവരണ വാർഡിൽ അത് 1 കുറയുകയും നഷ്ടപ്പെട്ട 2 പട്ടികജാതി സംവരണ വാർഡുകൾ തിരികെ ലഭിക്കുകയും നിലവിലുള്ള പട്ടികജാതി സംവരണ വാർഡുകൾ തൽസ്ഥിതി തുടരുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. ഇതേ സംബന്ധിച്ച് പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷന് പരാതി നൽകിയതായും ഇവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. നൂറനാട് ITBP ബറ്റാലിയന്റെ നേതൃത്വത്തിൽ ഉദ്ബോധന റാലി നടത്തി. ഘർ ഘർ തിരങ്ക ക്യാമ്പയിന്റെ ഭാഗമായാണ് റാലി സംഘടിപ്പിച്ചത്. രാജ്യത്തോട് ഐക്യവും ദേശസ്നേഹവും അഭിമാനവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഘർ ഘർ തിരങ്ക ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. നൂറനാട് ITBP 27ാം ബറ്റാലിയന്റെ നേതൃത്വത്തിലാണ് ഉദ്ബോധന റാലി നടത്തിയത്. ക്യാമ്പങ്കണത്തിൽ നിന്നും ആരംഭിച്ച പാറ ജംഗ്ഷൻ നൂറനാട് വഴി പള്ളിമുക്ക് വരെ പോയി തിരികെ ക്യാമ്പിൽ റാലി സമാപിച്ചു. കമാൻഡന്റ് വിവേക് കുമാർ പാണ്ഡെയുടെ നിർദ്ദേശാനുസരണം ഡെപ്യൂട്ടി കമാൻഡന്റ് മനോജ് പി, അസിസ്റ്റന്റ് കമാൻഡന്റ് ലിയോ മാത്യൂസ് കുര്യൻ, ഡോക്ടർ സ്വാതി ബാലചന്ദ്രൻ എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി. ഓരോ കേന്ദ്ര സേനയ്ക്കും അതതിൻ്റെതായ വ്യക്തമായ റോളുണ്ട്. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിൽ ജോലി ചെയ്യുന്ന 100 കണക്കിനായ മലയാളികൾക്ക് ഒരു ഹോം പോസ്റ്റിങ്ങിനും ഒപ്പം ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡ് ബോർഡർ പോസ്റ്റിങ്ങിന് ശേഷം റെസ്റ്റ് ആൻഡ് റിക്യൂപ്പറേഷൻ ആൻഡ് ട്രെയിനിങ് എന്ന ഉദ്ദേശത്തോടും കൂടിയാണ്. നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി ജീവൻ ബലിയർപ്പിച്ച അനേകം ധീര രക്തസാക്ഷികളുടെ ത്യാഗത്തിന്റെ പ്രതീകം കൂടിയാണ് ഈ ആഘോഷമെന്ന സന്ദേശത്തോടൊപ്പം ഓരോ ഭാരതീയ കുടുംബവും അഭിമാനത്തോടെ ദേശീയ പതാക അവരവരുടെ വീടുകളിൽ ഉയർത്തി നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ അഭിമാനത്തോടെ പങ്കെടുക്കാനാണ് ITBP റാലിയിലൂടെ പൊതുസമൂഹത്തെ ഉദ്ബോധിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. ഹൈബ്രിഡ് കഞ്ചാവും MDMAയുമായി ഒരാൾ പിടിയിൽ. കൊല്ലം ഉമയനല്ലൂർ പരക്കുളം സ്വദേശി സെയ്തലിയാണ് പിടിയിലായത്. സമാനമായ കേസിൽ ജയിലിൽ നിന്ന് ഒരാഴ്ച മുൻപാണ് ഇയാൾ പുറത്തിറങ്ങിയത്. 9 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവും 1 ഗ്രാം MDMAയുമാണ് ഇയാളിൽ നിന്നും കണ്ടെടുത്തത്. ഉമയനല്ലൂർ പരക്കുളം വലിയ വീട്ടിൽ സെയ്തലിയാണ് ഹൈബ്രിഡ് കഞ്ചാവും MDMAയുമായി പിടിയിലായത്. സമാനമായ കേസിൽ പിടിയിലായി ജയിലിൽ നിന്ന് ഒരാഴ്ച മുമ്പാണ് ഇയാൾ പുറത്തിറങ്ങിയത്.
തുടർന്ന് ലഹരി കച്ചവടത്തിലേക്ക് വീണ്ടും തിരിയുകയായിരുന്നു. ചാത്തന്നൂർ ACP അലക്സാണ്ടർ തങ്കച്ചന് വിവരം ലഭിക്കുകയും തുടർന്ന് ജില്ലാ ഡാൻസ് ഓഫ് ടീമും കൊട്ടിയം പോലീസും ഇയാളെ നിരീക്ഷിച്ചു വരികയുമായിരുന്നു. ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് 9 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവും 1 ഗ്രാം MDMAയും പിടികൂടിയത്. കൊട്ടിയം SHO P പ്രദീപ്, SI നിതിൻ നളൻ, ഡാൻസ് ഓഫ് SI സായി സേനൻ എന്നിവരടങ്ങുന്ന സംഘമാണ് ഇയാളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സംസ്ഥാനത്ത് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കില്ല, ലോഡ് ഷെഡിംഗും ഏർപ്പെടുത്തില്ല. മന്ത്രി K കൃഷ്ണൻകുട്ടിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. നിലവിലുള്ള വൈദ്യുതി കരാറുകൾ തുടരും. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുമെന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമം. വൈദ്യുതി ചാർജ് നിരക്ക് വർദ്ധിപ്പിക്കില്ലെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി വ്യക്തമാക്കി. ലോഡ് ഷെഡിംഗും ഏർപ്പെടുത്തില്ല. വൈദ്യുതി വാങ്ങാനുള്ള കരാറിന് റെഗുലേറ്ററി കമ്മീഷൻ അനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. വേനൽക്കാലത്ത് വൈദ്യുതി ക്ഷാമം വരാനുള്ള സാധ്യത KECB കാണുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വൈദ്യുതി വാങ്ങാൻ ഹ്രസ്വകാല കരാറുകൾ എടുത്തത്. എന്നാൽ ഇതിന് റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയിട്ടില്ല. ജലവൈദ്യുത പദ്ധതികൾ മാത്രമാണ് നിലവിലെ ക്ഷാമത്തിന് പരിഹാരമെന്നും മറ്റ് ബദൽ മാർഗങ്ങൾക്ക് വലിയ ചെലവാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മൈനാഗപ്പള്ളി കടപ്പ കിഴക്ക് ക്ഷേമോദയം NSS കരയോഗത്തിൽ കുടുംബസംഗമം നടത്തി. വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം, എൻഡോമെന്റ് വിതരണം, ആദരവ് എന്നിവയും നടത്തി. മൈനാഗപ്പള്ളി കടപ്പ കിഴക്ക് 32-44 നമ്പർ ക്ഷേമോദയം NSS കരയോഗത്തിലാണ് കുടുംബസംഗമം നടത്തിയത്. കരയോഗ മന്ദിരത്തിന് സമീപം സംഘടിപ്പിച്ച കുടുംബസംഗമം NSS ട്രഷറർ അഡ്വക്കേറ്റ് NV അയ്യപ്പൻപിള്ള ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകളും എൻഡോമെന്റുകളും വിതരണം ചെയ്തു. SLC+2 അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. ആദരവ്, പഠനോപകരണ വിതരണം എന്നിവയും ഇതിന്റെ ഭാഗമായി നടത്തി. കരയോഗം പ്രസിഡന്റ് P ചന്ദ്രശേഖരൻ പിള്ള അധ്യക്ഷത വഹിച്ചു. കരയോഗം സെക്രട്ടറി ബിജു മൈനാഗപ്പള്ളി സ്വാഗതം പറഞ്ഞു. താലൂക്ക് യൂണിയൻ സെക്രട്ടറി അരുൺജി നായർ, B ഹരികുമാർ, ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. സംവരണം ഏർപ്പെടുത്തണമെന്നുള്ള നിവേദനം മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ 1957 EMS മന്ത്രിസഭ EMS വിഭാഗങ്ങളിലൊന്ന് സമർപ്പിക്കുന്നത്. ഇന്ത്യയിലെ പല മുന്നോക്ക ജാതിക്കാരും മുന്നോക്ക വിഭാഗക്കാരും ഇതിനു വേണ്ടി ആവശ്യങ്ങൾ ഉന്നയിക്കുകയും അവസാനം ഗത്യന്തരമില്ലാതെ BJP ഗവൺമെന്റ് ഇന്ത്യൻ ഭരണഘടന അമെൻഡ് ചെയ്യുകയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് 10% സംവരണം ഏർപ്പെടുത്തുകയും ചെയ്തു. അത് നിലവിലുള്ള സംവരണത്തെ ഒരു തരത്തിലും ബാധിക്കാതെയാണ് അങ്ങനെ ഈ 10% സംവരണം ഏർപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ഉത്സവകാലത്തെ മടക്കയാത്രകൾക്കുള്ള ടിക്കറ്റ് നിരക്കിൽ വൻ ഇളവ് പ്രഖ്യാപിച്ച് റെയിൽവേ. ഒക്ടോബർ 13-നും 26-നും ഇടയിൽ യാത്ര പോകുന്നവർ നവംബർ 17-നും ഡിസംബർ 1-നും ഇടയിൽ അതേ ട്രെയിനിൽ മടക്കയാത്ര ചെയ്താൽ ടിക്കറ്റിന്റെ 20% ഇളവ് നൽകുമെന്നാണ് റെയിൽവേയുടെ പ്രഖ്യാപനം. ഒക്ടോബർ 13-ന് തുടങ്ങുന്ന യാത്രയുടെ ടിക്കറ്റ് ഓഗസ്റ്റ് 14 മുതൽ റിസർവ് ചെയ്യാം. നവംബർ 17-ന് തുടങ്ങുന്ന മടക്കയാത്രയുടെ ടിക്കറ്റ് പിന്നീട് റിസർവേഷൻ തുടങ്ങുന്ന മുറയ്ക്കാണ് എടുക്കേണ്ടത്. പതിവ് ട്രെയിനുകൾക്കും ഉത്സവകാല പ്രത്യേക ട്രെയിനുകൾക്കും ഈ ഇളവ് ലഭിക്കും. എന്നാൽ തിരക്കിനനുസരിച്ച് ടിക്കറ്റ് ചാർജ് കൂടുന്ന രാജധാനി, ശതാബ്ദി, തുരന്തോ പോലുള്ള ട്രെയിനുകളിൽ ആനുകൂല്യം ലഭിക്കില്ല. 2 ടിക്കറ്റും കൺഫേം ആണെങ്കിലേ ഇളവിന് അർഹതയുള്ളൂ. ഇതോടൊപ്പം മറ്റ് ഇളവുകൾ ലഭിക്കില്ല. ഒരേ യാത്രക്കാർ ഒരേ ട്രെയിനിൽ ടിക്കറ്റും മടക്ക ടിക്കറ്റും എടുക്കുമ്പോഴേ ഇളവ് ലഭിക്കുകയുള്ളൂ. കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന സ്റ്റേഷനുകളിലും മാറ്റമുണ്ടാകാൻ പാടില്ല. മടക്ക ടിക്കറ്റിന്റെ അടിസ്ഥാന നിരക്കിന്റെ 20% ഇളവ്. ഇങ്ങനെ എടുക്കുന്ന ടിക്കറ്റിൽ പിന്നീട് മാറ്റങ്ങൾ അനുവദിക്കില്ലെന്നും റെയിൽവേ വ്യക്തമാക്കുന്നു. കൗണ്ടറിൽ നിന്ന് ഓൺലൈനായോ ടിക്കറ്റ് എടുക്കാം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ചവറ വികാസ് കലാ സാംസ്കാരിക സമിതിയുടെ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLAയുടെ വികസന ഫണ്ടിൽ നിന്ന് 25 ലക്ഷവും വികാസ് സമാഹരിച്ച 25 ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. ചവറ വികാസ് കലാ സാംസ്കാരിക സമിതിയുടെ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLAയുടെ വികസന ഫണ്ടിൽ നിന്നുള്ള 25 ലക്ഷവും വികാസ് സമാഹരിച്ച 25 ലക്ഷം രൂപയും വിനിയോഗിച്ചായിരുന്നു കെട്ടിടം നിർമ്മിച്ചത്. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA നിർവഹിച്ചു. ഈ നിങ്ങളുടെ ഈ വികാസിന്റെ പുതുതലമുറയ്ക്ക് എന്നും അഭിമാനത്തോട് കാണാൻ പറ്റുന്ന കുറേ വ്യക്തിത്വങ്ങൾ നമ്മുടെ സമൂഹത്തിനെ, നമ്മുടെ കേരളത്തിനെ ഇങ്ങനെയാക്കി മാറ്റുന്നതിൽ നിർണായ പങ്കുവഹിച്ച സാഹിത്യകാരന്മാർ, കലാകാരന്മാർ ഇവരെല്ലാം ഇവിടെ കാലുകുത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾക്കും പറയാം,
ചവറയിൽ കാലുകുത്തിയിരുന്നു ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാം. അതിപ്പോഴും നിർബാധം തുറന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാൻസറിനും ഡയബറ്റീസിനെതിരെ കോടിക്കണക്കിന് ജനങ്ങൾ ഇതിനോടൊപ്പം സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. അതിന് ചെറിയൊരു പങ്ക് വേണമെങ്കിൽ വികാസന അവകാശപ്പെടാമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആ രീതിയിൽ മഹത്തരമായിട്ടുള്ള ഓരോ പ്രോജക്റ്റുകളും ചെയ്തുകൊണ്ടിരിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ മുഖ്യ പ്രഭാഷണം നടത്തി. അപ്പോൾ ചവറ വികാസനെ പോലുള്ള ഒരു സ്ഥലത്ത് ഇവരെല്ലാവരും ഒത്തുകൂടണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു സാംസ്കാരിക സമിതിയിൽ എല്ലാവരും ഒത്തുകൂടണമെങ്കിൽ അതിന് അതിൻ്റെതായ പ്രാധാന്യമുള്ള ഒരു സമിതി ആയതുകൊണ്ടാണ് എന്നതാണ് അത് വ്യക്തമാക്കുന്നത്. അങ്ങനെ ചെറിയ ഗ്രാമങ്ങളിൽ പോലും നമുക്ക് ഇത്തരം ചില കേന്ദ്രങ്ങൾ വികസിച്ചു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട സാംസ്കാരിക മേഖലയാണ് ഗ്രന്ഥശാല രംഗം. 9,000-ലധികം ഗ്രന്ഥശാലകൾ കേരളത്തിൽ അഫിലിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതിനേക്കാൾ കൂടുതൽ ഗ്രന്ഥശാലകൾ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും കേരളത്തിൽ ഗ്രന്ഥശാലകളിൽ നിന്ന് ഒഴിഞ്ഞു പ്രവർത്തിക്കാൻ പറ്റില്ല. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് CP സുധീഷ് കുമാർ, ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് JR സുരേഷ് കുമാർ, KSFE ചെയർമാൻ K വരദരാജൻ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി V വിജയകുമാർ, ചവറ KS പിള്ള, ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബീഗം അബീന S, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം C രതീഷ്, ഗ്രാമപഞ്ചായത്ത് അംഗം C വസന്തകുമാർ എന്നിവർ പങ്കെടുത്തു. മുൻ പ്രസിഡന്റ് G ബിജുകുമാർ അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ അനുമോദിച്ചു. പ്രസിഡന്റ് C സുധീഷ്, സെക്രട്ടറി അശ്വിൻ ബാബു, മുൻ സെക്രട്ടറി ശ്രീ ഹരിരാജ് എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചവറ. ഭരണഘടനാ സ്ഥാപനങ്ങൾ നിഷ്പക്ഷത പുലർത്താത്തതിന്റെ പ്രകടമായ ഉദാഹരണമാണ് വോട്ടർ പട്ടികയിൽ രാജ്യത്താകമാനം നടന്ന ക്രമക്കേടുകളെന്ന് KPCC മുൻ പ്രസിഡന്റ് VM സുധീരൻ. കായംകുളത്ത് കോൺഗ്രസ് നേതാവ് PS ബാബുരാജ് അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷത ബോധ്യപ്പെടുത്തിയ കമ്മീഷണർമാർ ഉയർത്തിപ്പിടിച്ച ഭരണഘടനാ മൂല്യങ്ങൾ ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ നിഷ്പക്ഷത പുലർത്താത്തതിന്റെ പ്രകടമായ ഉദാഹരണമാണ് വോട്ടർ പട്ടികയിൽ രാജ്യത്താകമാനം നടന്ന ക്രമക്കേടുകൾ കാണിക്കുന്നതെന്ന് KPCC മുൻ പ്രസിഡന്റ് VM സുധീരൻ അഭിപ്രായപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷത ബോധ്യപ്പെടുത്തിയ ശേഷനെ പോലെയുള്ള കമ്മീഷണർമാർ ഉയർത്തിപ്പിടിച്ച ഭരണഘടനാ മൂല്യങ്ങൾ ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കായംകുളത്ത് കോൺഗ്രസ് നേതാവായിരുന്ന PS ബാബുരാജിന്റെ 1ാമത് ചരമവാർഷിക ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു VM സുധീരൻ. തന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ വിശ്രമമില്ലാതെ പ്രവർത്തിച്ച ആത്മാർത്ഥതയുള്ള നേതാവായിരുന്നു ബാബുരാജ് എന്ന് അദ്ദേഹം അനുസ്മരിച്ചു. ഏത് ഉത്തരവാദിത്വം ഏറ്റെടുത്താലും അതിനോട് 100% നീതി പുലർത്തുന്ന, അത് അങ്ങേയറ്റം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. പിന്നീട് ബാബുരാജ് MSN കോളേജിലെ യൂണിയൻ ചെയർമാനായി KSU ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും KSUവിൻ്റെ അറിയപ്പെടുന്ന നേതാവായി മാറി. പിൽക്കാലത്ത് സംസ്ഥാന വ്യാപകമായി കേന്ദ്രീകരിക്കാനുള്ള, പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉയർന്നു വന്നെങ്കിലും അദ്ദേഹം കായംകുളം കേന്ദ്രമാക്കി പ്രവർത്തിക്കാനാണ് തയ്യാറായത്. KPCC മുൻ പ്രസിഡന്റ് MM ഹസൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി അധ്യക്ഷത വഹിച്ചു. T സൈനുലാബുദ്ദീൻ, ജോൺസൺ എബ്രഹാം, T ശരത്ചന്ദ്ര പ്രസാദ്, KC രാജൻ, E സമീർ, NDV, കറ്റാനം ഷാജി, A ത്രിവിക്രമൻ തമ്പി, മാന്നാർ അബ്ദുൽ ലത്തീഫ്, എബി കുര്യാക്കോസ്, കിഷോർ ബാബു, LK ശ്രീദേവി, U മുഹമ്മദ്, വേലഞ്ചിറ സുകുമാരൻ, AJ ഷാജഹാൻ, ശോഭ സുരേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. പ്രധാന വാർത്തകൾ വീണ്ടും. തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച വിദ്യാർത്ഥി M മിഥുന്റെ കുടുംബത്തിന് വീടൊരുങ്ങുന്നു. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ആണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. മന്ത്രി V ശിവൻകുട്ടി വീടിന് ശിലയിട്ടു. വികൃതി കാട്ടിയതിന് രണ്ടാനച്ഛൻ തേപ്പുപെട്ടി കൊണ്ട് പൊള്ളിച്ച സംഭവം. ചവറ തെക്കും ഭാഗത്തെ 3ാം ക്ലാസ്സുകാരന്റെ വീട്ടിലെത്തി മന്ത്രി V ശിവൻകുട്ടി. കുട്ടികളെ ഉപദ്രവിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും കുട്ടികളുടെ സുരക്ഷ സർക്കാരിന് വളരെ പ്രധാനപ്പെട്ടതാണെന്നും മന്ത്രി. തെക്കുംഭാഗം കോയിവിള സ്വദേശിനി അതുല്യയുടെ മരണം. ഭർത്താവ് അറസ്റ്റിലായതിന് പിന്നാലെ ജാമ്യം. കൊല്ലം സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ഓൺലൈൻ വ്യാപാരത്തിനും ചെയിൻ ഷോപ്പുകളുടെ കടന്നുകയറ്റത്തിനുമെതിരെ ക്യാമ്പയിന് തുടക്കം. സൗത്ത് വിഷന്റെ നേതൃത്വത്തിലാണ് ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ചത്. ചെറുകിട വ്യാപാരി വ്യവസായി സംരക്ഷണ ക്യാമ്പയിൻ കൊല്ലത്ത് നടത്തി. നമ്മുടെ സമ്പത്ത് നമ്മുടെ നാടിനെ എന്ന ആശയത്തോടെയാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.